ജാക്ക് ഫ്രൂട്ട് ഹെവൻ ഓഫ് ഇന്ത്യ, ജാക്ക് ഫ്രൂട്ട് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ, ചക്കകളുടെ സ്വന്തം തലസ്ഥാനവും സ്വർഗവുമൊക്കെ. എവിടെ നോക്കിയാലും പ്ലാവുകൾ, എവിടെ നോക്കിയാലും ചക്കക്കൂമ്പാരം. ഒരു പ്ലാവ് പോലും ഇല്ലാത്ത വീട് പോലുമില്ല ഈ ഗ്രാമത്തിൽ. തമിഴ്നാട്ടിലെ കടലൂർ ജില്ലയിലെ പൺറൂട്ടി. ഏതാണ്ട് 5000-ലധികം ഏക്കർ പ്ലാവിൻ തോട്ടങ്ങൾ ഇവിടെ ഉണ്ടെന്നാണ് കണക്കുകൾ. ഡിസംബർ മുതലുള്ള 7 മാസമാണ് ഇവിടെ ചക്കയുടെ വിളവെടുപ്പ് ഉത്സവം. ഒരു അമേസിങ് എക്സ്പീരിയൻസ് ആണ് ഈ ഗ്രാമത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ. 10 വർഷം പ്രായമായ പ്ലാവാണ് ഇത്. എത്ര ചക്കയാണെന്ന് നോക്കി. താഴെ മുറിച്ചിട്ടിരിക്കുന്ന ചക്കയ്ക്ക് 500 രൂപ വില കിട്ടും. അങ്ങനെ നല്ല ആദായം ഈ പ്ലാവിൽ നിന്ന് കിട്ടും. ഇതിന് നല്ല ടേസ്റ്റാണ്. തേൻപിള എന്നാണ് ഈ പ്ലാവിൻ്റെ ഇനത്തിൻ്റെ പേര്. ഇവരിത് ഇതേപോലെ ഈ പിഞ്ചായി വരുന്നതെല്ലാം മുറിച്ച് കളയും. അതൊരു പ്രത്യേകതയാണ്. അതിൻ്റെ കാരണം അത് വളർന്നു വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ വലുപ്പം കുറയും. ഈ പെൺറൂട്ടിയിലെ ഫാമുകളിൽ ചെന്ന് കഴിഞ്ഞാൽ വലുപ്പം കൊണ്ട് ഇത് കണ്ടോ, ആ ചക്കയൊക്കെ നല്ല വലുപ്പമാണ്. ഒരു 30-40 കിലോയൊക്കെ വരും. ഇതാണ് പൺറൂട്ടിയിലെ ഏറ്റവും പ്രായം ചെന്ന പ്ലാവ്. 250 വർഷം പഴക്കമുണ്ട്. അതായത് കൊണ്ട് ഇത്രയും പ്രായം ചെന്നിട്ടും ഇഷ്ടം പോലെ ചക്ക ഇങ്ങനെ ചെറുതും വലുതുമായിട്ട് തോന്നിക്കിടക്കാണ്. ഇവിടെ പ്രായം എഴുതി വെച്ചിട്ടുണ്ട്, വയസ്സ് എഴുതി വെച്ചിട്ടുണ്ട്. മോർ ദാൻ 250 years ഓൾഡ് ജാക്ക് ഫ്രൂട്ട് ട്രീ. ഞങ്ങൾ 5 പേര് കൈ ഇങ്ങനെ നീട്ടി പിടിച്ചിട്ടും പ്ലാവ് മുത്തശ്ശിയെ കവർ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അത്രയും വലുപ്പമാണ് ഇതിന്. ഇതാണ് ഏതാണ്ട് 80 കിലോയോളം വരുന്ന ചക്ക. ഏതാണ്ട് 10,000-2,500 രൂപ ഈ ചക്ക വിറ്റാൽ ഈ പ്ലാവ് ഉടമയ്ക്ക് കിട്ടും. അതുപോലെ ഇതിലെല്ലാം 50 കിലോയ്ക്കൊക്കെ മേളിലുള്ള ചക്കകളാണുള്ളത്. ഇതേപോലെ ഇതാണ് താരം. വെറുതെയല്ല ഈ പൺറൂട്ടിയെ ജാക്ക് ഫ്രൂട്ട് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത്. കർഷകരിൽ നിന്ന് വാങ്ങുന്ന ചക്ക ഇതുപോലുള്ള വണ്ടികളിൽ ഇവിടെ മണ്ഡി ഹൗസ് എന്ന് പറയുന്ന ഗോഡൗണിലെത്തിക്കും. അതിനുശേഷം ഇവിടെ നിന്നാണ് ഇത് വിദേശങ്ങളിലേക്കും അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും, ഒരുപക്ഷെ കേരളത്തിൽ പോലും വരുന്നുണ്ടെന്നാണ് പറയുന്നത്, അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഗ്രാമവാസികൾ, ഈ ഗ്രാമീണർ പല തലങ്ങളിൽ ഈ ചക്കയുടെ പ്രയോജനം അനുഭവിക്കുകയാണ്. അവിടെ വലിയ ഫാമുകൾ മുതൽ ചെറിയ കച്ചവടക്കാർക്ക് വരെ ഇതിൻ്റെ പ്രയോജനം കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പെൺറൂട്ടിയുടെ ചക്കയുടെ പെരുമ പറഞ്ഞാലും തീരാത്തത്. ഇപ്പോൾ മണിമേഖലയെ പോലെയുള്ള ചെറുകിട കച്ചവടക്കാരും ഈ ചക്ക വിറ്റ് ഹാപ്പിയായിട്ട് ജീവിക്കാം.